2/3/2026 ഇസ്രായേൽ ടൈം 21 മണിയായിട്ടുണ്ട്. 9 മണി 9 PM. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം ഇസ്രായേലിലെ നെതാന്യയിലാണ്. ഞാൻ നെതാന്യ ബീച്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫൊക്കെ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിലെ നെതാന്യ ബീച്ചിലാണ്. ഈ വീഡിയോ എടുക്കുന്നത് കാണിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ആ ബീച്ചിൽ അങ്ങോട്ട് പോകുന്നില്ല. കാരണം വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. നമ്മൾ വന്നിട്ട് ഭയങ്കര ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം തണുത്ത കാലാവസ്ഥയാണ് നിർണ്ണയിച്ചത്. ഇപ്പോൾ ചൂട് സമയമാകുന്നില്ല. അപ്പോൾ നമുക്കിപ്പം വർഷമാണോ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകാനൊന്നും പറ്റുന്നില്ല. നല്ല റഷ്യൻ സുന്ദരികളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇത് ബീച്ചാണ്. അപ്പം ഇവിടെ ഇറാൻ തകർത്ത് കളഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾക്ക് ഏറ്റവും വേണ്ടത്. നമ്മളിവിടെ ഇപ്പോൾ ഇവിടുത്തെ ചോറല്ല കഴിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോറ് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും പിന്നെ നാട്ടിലുള്ളവരുടെ ഭയങ്ങളൊക്കെ മാറ്റണം. കാരണം ഒരുപാട് മലയാളികളും ഒരുപാട് ഇന്ത്യക്കാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പല പല മേഖലകളിൽ ഹോട്ടലുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ കെയർ ഗീവേഴ്സ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബേക്കറികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ക്ലീനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ജനറൽ വർക്കർ, അങ്ങനെ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ബീച്ചിൽ വന്നതാണ്. ബീച്ചിൽ വന്നപ്പോൾ നമ്മളിവിടെ ഇന്ന് പൂരി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതാണ്. ആ പൂരി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പണ്ട് ഇറാനും മറ്റേ ഇസ്രായേലൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മതമൗലികവാദികൾ ഭരണം ഏറ്റെടുത്തപ്പോൾ അവിടുത്തെ ജൂതന്മാരെ അടിച്ചു ഓടിക്കുകയും അവരെ കൊല ചെയ്യുകയും ചെയ്ത സമയത്ത് അവിടുന്ന് അവസാനം രക്ഷപ്പെട്ട് വന്ന ഒരു ഡേറ്റാണ് ഇന്ന്. അതിൻ്റെ ആഘോഷം നടക്കേണ്ട ഒരു ദിവസമാണിന്ന്. പക്ഷേ ആ ആഘോഷം നാളത്തേക്ക് മാറ്റി വെച്ചേക്കുകയാണ്. ആ ആഘോഷം നാളെ ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മളിവിടെ ഇസ്രായേലിൽ വന്നിട്ട് നിങ്ങളെല്ലാം കാണിച്ചു തരുവാണ് ഇസ്രായേലിലെ നൈറ്റ് ലൈഫ്. ഇതാണ് നെതാന്യ ബീച്ച്. അപ്പം ഞങ്ങളെല്ലാവരും പുറത്തുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞങ്ങളിവിടെ എല്ലാവരും പുറത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതുണ്ട് ഒരു പപ്പിനെ കാണിച്ചു. നല്ലൊരു പപ്പി, ചെറിയൊരു പപ്പിക്കുഞ്ഞാണ്. പപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പപ്പി ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്നു. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ. നിങ്ങൾ ഇതൊക്കെ എല്ലാം ഹോട്ടലുകളാണ്. ബീച്ച് സൈഡിലുള്ളതെല്ലാം ഹോട്ടലുകളാണ്. മറ്റേ അവിടെ കാണുന്നത് പനാർമ, അതെല്ലാം ഹോട്ടലാണ്. ഇതെല്ലാം ഹോട്ടലാണ്. ഇങ്ങോട്ട് മൊത്തം ഹോട്ടൽ സമുച്ചയങ്ങളാണ്. ഇവിടുത്തെ എല്ലാം വലിയ ബിൽഡിങ്ങുകൾ, നിങ്ങൾ കാണാത്ത വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഇത് ഇവിടെ കാണുന്നതൊക്കെ ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റാണ്. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റുകളാണ്. പക്ഷേ ഇതിൻ്റെ പുറകെ ഈ സൈഡിൽ മേലിൽ കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. എല്ലാം അപ്പുറത്ത് സൈഡൊക്കെ കാണുന്നത് വലിയ വലിയ ഹോട്ടലുകളാണ്. 5 സ്റ്റാർ ഹോട്ടലുകൾ, ഇതൊക്കെ ഹോട്ടലുകളാണ്. അപ്പം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു നമ്മൾ നേർക്കാഴ്ച, അല്ലാണ്ട് ചാനലുകൾ പറയുന്നതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മുടെ ഇവിടുത്തെ ടൗൺ അല്ലാതെ തന്നെ ഞാൻ ഇത് കാണിച്ചായിരുന്നു. നമ്മുടെ അവിടെ സാധനം മേടിക്കുന്ന മാർക്കറ്റ് കാണിച്ചായിരുന്നു. ഞാനിന്ന് ബീച്ചിൻ്റെ സൈഡാണ് കാണിക്കുന്നത്. ഞാനിന്ന് ബീച്ചിൻ്റെ സൈഡ് കാണിച്ചു. നാളെ നിങ്ങൾക്ക് ഒരു ടൗൺ ഇതെല്ലാം നമ്മുടെ ടൗൺ കാണിച്ചിട്ട് ഇത് ബീച്ച് ഏരിയ ഇതെല്ലാം ടൗണിൽ പെടുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ എന്താ പറയട്ടെ, ഈ കണ്ണൂർ ടൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എവിടെയാണ് പറയട്ടെ, മേലേച്ചുകോ തൊട്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഒടുക്കമില്ലല്ലോ. വളവട്ടണം പാലം വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതാണ് ഇന്നിവിടെ പരിപാടി നടക്കേണ്ട സ്റ്റേജ്. ഇതാണ് ഈ ബീച്ചിൽ ഇവിടുത്തെ സ്റ്റേജ്. ഈ സ്റ്റേജിലായിരുന്നു ഇവിടെ പരിപാടി നടക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റേജിൽ ഇന്ന് പരിപാടി നടത്തിയില്ല. അതിന് പകരം നാളെ ഇവിടെ പരിപാടിയൊക്കെ വെക്കും. നല്ല മുഖംമുടിയൊക്കെ വെച്ച് നല്ല കളറൊക്കെ തേച്ച് പെയിൻ്റൊക്കെ അടിച്ച് ഒരു ആഘോഷപരമായിട്ടുള്ള പരിപാടിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ആഘോഷപരമായിട്ടുള്ള പരിപാടി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം നല്ല ആഘോഷപരമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും.
നമ്മുടെ ഇപ്പം നമ്മളിവിടെ നൈറ്റ് ലൈഫ് ആഘോഷിക്കുവാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള മോഡൽ. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇവരൊക്കെ നമ്മളെയൊക്കെ കാണുന്നത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നമുക്ക് കേരള ഗവൺമെൻറ് പിണറായി വിജയൻ്റെയൊക്കെ ഗവൺമെൻറ് നമുക്ക് ഇത്രമാത്രം പരിഗണന തരുമെന്ന്. അത്രമാത്രം പരിഗണനയിലാണ് ഇവിടുത്തെ യഹൂദികൾ നമ്മളെ കാണുന്നത്. അവർക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, നമ്മളെ സംരക്ഷിക്കുന്നത് അതേ രീതിയിലാണ്. നമ്മൾ അപ്പോൾ ആര് കണ്ടാൽ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുള്ളൂ. നിങ്ങൾ യു ആർ ഗുഡ്, യാ ഗുഡ്, അത്രേ ഉള്ളൂ. എപ്പോൾ കണ്ടാലും നമ്മുടെ സേഫാണ് അവർ നോക്കുന്നത്, അത്രമാത്രം. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ എപ്പോഴും ഏത് സമയത്തും 24/7 അതുപോലെ അവർ റെഡിയാണ്. നമ്മളെന്ത് പറയുന്നത് അതാണ് അവർ. അപ്പം ഇതാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. നമ്മളിനി പോകുന്ന വഴിക്ക് ഞാൻ നിർത്തി വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, കേട്ടോ, നല്ല ഭംഗിയാർന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്തെല്ലാം ഇത് ബീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ടൗൺ സ്ക്വയറിൽ തന്നെ വെച്ചേക്കുന്ന ലൈറ്റുകൾ കാര്യങ്ങൾ. ഇത് ഇവിടുത്തെ ടാക്സി വണ്ടികളാണ്. ടാക്സി വണ്ടികൾ പോകുന്നു. ടാക്സി അതിൻ്റെ മേളിലാണ്, അതങ്ങനെ ലൈറ്റ് വരുന്നുണ്ട്. ഇതുണ്ടോ, മറ്റേ ഇത് പന ആണ്, ഈത്തപ്പനയാണിത്. ഈത്തപ്പന ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നു. ഇതൊരു മെയിൻ റോഡ് എന്ന് പറയാൻ പറ്റില്ല, മറ്റേ ഉള്ളിലൂടെയുള്ള ഒരു വലിയൊരു മെയിൻ റോഡ് എന്ന് പറയാം. ഇതാണ് ഇവിടുത്തെ ക്ലീനിങ് ചെയ്യുന്നത്. മറ്റേ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടി വരുന്ന വണ്ടിയാണത്. അത് വണ്ടി തന്നെ വന്നാൽ വെച്ചാൽ മതി. വണ്ടിക്കകത്ത് തന്നെ JCB പോലത്തെയുള്ള കൈകളും കാലുകളൊക്കെ ഉണ്ട്, അവർ തന്നെ എടുത്തിട്ട് മറിച്ചോളും. ഇതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ അവിടുന്ന് കാണിച്ചത് നമ്മുടെ സ്റ്റേജാണിത്. അത് സ്റ്റേജാണ്. ഇവിടെ ആയിരക്കണക്കിന് പേർക്ക് റൗണ്ടിലിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. റൗണ്ടിലിരിക്കാനുള്ള സ്റ്റെപ്പുകൾ, ആയിരക്കണക്കിന് പേർക്ക് ഇരിക്കാനുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു പനോരമ ഹോട്ടൽ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അതുപോലെ തന്നെ മെയിൻ റോഡ്. അപ്പം ഞാൻ പറഞ്ഞത് ഇസ്രായേലിനെ ഇറാൻ എടുത്തിട്ട് പൊളത്തി എന്നൊക്കെയുള്ള വാർത്തകൾ നാട്ടിലെ TV-കളിലെല്ലാം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ഇത് എടുത്ത് കാണിക്കുന്നത്, ഇങ്ങനെ വീഡിയോ എടുത്ത് പറയുന്നത്. ഇവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ ഗവൺമെൻറ് അതുമാതിരിയാണ്. എല്ലാവർക്കും ഇവിടുത്തെ പൗരന്മാർക്കും അതുപോലെ അതിനോട് ഉപരി പുറത്തുനിന്നുള്ള പൗരന്മാർക്കുമുള്ള സുരക്ഷ ഒരുക്കുന്നത്. അതുപോലെ ഇസ്രായേലിൽ ആർമിയുടെ ടെക്നോളജിയിൽ നമുക്ക് 100% വിശ്വാസവുമാണ്. ഇവിടെ എല്ലാ പെൺകുട്ടികളെല്ലാം ഡാൻസ് കളിച്ചാണൊക്കെയാണ് നിൽക്കുന്നത്. പെൺകുട്ടികളൊക്കെ ഉണ്ടോ, നമ്മൾ പറയുമ്പോൾ നമുക്കതനുസരിച്ചുള്ള അവർ പോസൊക്കെ ചെയ്ത് തരും. അത്രമാത്രം സ്നേഹമാണ് അവർക്ക് നമ്മളോട്. അത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെക്കാനും നമ്മളോടൊക്കെ നല്ല സോഷ്യലായിട്ട് ഇടപെടുന്നവരാണ് അവർ. ബൈ. ഇവിടുത്തെ പോലീസ് വണ്ടിയാണ് ഇത്. പോലീസ് നിൽക്കുന്നത് മാഡമാണ്, അവർ പോലീസാണ് നിൽക്കുന്നത്. അവർ പോലീസാണ്, പോലീസുകാരിയാണ്, ഇവിടുത്തെ പോലീസുകാരിയാണ്. സ്ത്രീകളും ഒരുപാട് പേരുണ്ട് ഇവിടെ പോലീസായിട്ട്. അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലൈറ്റ് നമ്മൾ അവരെ കൂടുതലായിട്ട് ശല്യപ്പെടുത്തുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് നമ്മൾ തൊട്ടപ്പുറക്കാണ് ആ മരത്തിൻ്റെ മേളിൽ കാണുന്ന ലിയാൻഡ്രോ പ്ലാസ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ഹോട്ടലാണ്. ലിയാൻഡ്രോ പ്ലാസ. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ വ്യക്തമായിട്ട് കാണാം, ചെറിയ ഇതിൽ കാണിച്ചു തരാം. I love you നെതാനിയ, കണ്ടില്ലേ, I love you നെതാനിയ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണ്, 2/3/2026, ഇസ്രായേൽ ടൈം 9:30 PM. ഓക്കെ, ഉണ്ടോ? എല്ലാവരും ഫാമിലി കുഞ്ഞു മക്കളെല്ലാമായിട്ടാണ് ഇവിടെ വന്ന് ആഘോഷിക്കുന്നത്. കുഞ്ഞു മക്കൾ എല്ലാവരും. ഇത് അത്രമാത്രം വിശ്വാസമാണ് നമുക്ക്. ഇപ്പം നമ്മൾ ബംഗറിലൊന്നും അല്ല ഇരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്ന തീവ്രവാദ രാഷ്ട്രത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തെളിവ് എന്നെ അറിയുന്ന നമ്മുടെ രാജ്യത്തുള്ള കേരളത്തിലുള്ള
പിണറായി വിജയനൊക്കെ സമർപ്പിച്ച് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ എന്ന് പറഞ്ഞ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. ഓക്കെ, വീഡിയോ ഒരുപാട് നീണ്ടുപോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പെട്ടെന്ന് ഞാൻ നിർത്തുവാണ്. എനിക്ക് തണുത്തിട്ട് എനിക്ക് വിറയ്ക്കുന്നുമുണ്ട്. വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല. ഓക്കെ, ഇതിവിടുത്തെ ഒരു സ്ക്വയറാണ്. ആ സ്ക്വയറിൻ്റെ അത് മറ്റേ കാണുന്നു, നല്ല വാട്ടർഫ്ലോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് പുറത്തേക്ക് കാണുമ്പോൾ അല്ലെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ വീഡിയോ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഇസ്രായേലിൽ നമ്മളിവിടെ ജീവിക്കുന്നത് അത്രമാത്രം സുരക്ഷയിലും ഈ രാജ്യത്ത് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ രാത്രിക്കും ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് വീഡിയോ പിടിച്ച് നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു ഏഷ്യാനെറ്റ് തൊട്ടുള്ള എല്ലാ തീവ്രവാദ ചാനൽ, മൗദൂദി ചാനലായിട്ടുള്ള മീഡിയ 1, റിപ്പോർട്ടർ, 24, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മനോരമ, ഒരു കേരളത്തിൽ എനിക്കൊരു എന്താണെന്ന് അറിയില്ല, ഈ തീവ്രവാദികൾക്ക് വേണ്ടി മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ള ചാനലുകൾ മാത്രം, അതിൻ്റെ അത് ജനം TV മാത്രം ഒഴിവുണ്ട്. ബാക്കി എല്ലാ ചാനലുകളും പിന്നെ കൈരളി, പിന്നെ പണ്ട് ഈ മറിമായത്തിൽ പറഞ്ഞതുപോലെ ഈ നശിച്ചത് വീണ്ടും നശിക്കാറൊന്നുമില്ല. അതുകൊണ്ട് കൈരളിയുടെ പേരൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇടുന്ന ആളെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഷിൻസ് കണ്ണൂരാണ് ഈ വീഡിയോ ഇടുന്ന ആൾ, ഷിൻസ് കണ്ണൂർ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കാണിക്കാൻ ശ്രമിക്കുമെന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്നും വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുവാണ്. നമ്മൾ ഇത്ര മാത്രം കണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. സമയക്കുറവല്ല, ഒരുപാട് സമയമായി വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും മറ്റേ ഫുള്ളായിട്ട് കാണാൻ താല്പര്യമില്ലെങ്കിലും കാണുന്നിടം വരെ നിങ്ങൾ കണ്ടിട്ട് അത് നിർത്തിക്കും. പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ നമുക്കൊരു ഓലക്കെട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലിലും മറ്റേ ഫേസ്ബുക്ക് ചാനലിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുവരെ ഇനി കാണുന്നിടം വരെ എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ ബൈ.